അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹം കാണാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അത് ചെറായിലാണത്. നമുക്ക് ചെറായിൽ നിന്ന് മുനമ്പം റോഡിലോട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ ഒരു കവാടമുണ്ട്. അപ്പോൾ SMH സ്കൂളിൻ്റെയൊക്കെ ആ സൈഡായിട്ട് വരും. ആ കവാടത്തിനോട് ഉള്ളിലോട്ടുള്ള വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈബ്രറി വന്നുണ്ട്, ഒരു സ്മാരക ഹാള് വന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ആ അയ്യപ്പൻ്റെ വീട് അവിടെ നല്ല അടിപൊളിയായിട്ട് ഓലമഞ്ഞ് നല്ല പ്രൊട്ടക്റ്റ് നല്ല ഭംഗിയിലാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റിയില്ല, ഇന്നവിടെ അവധിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. ആ വീടത്തെ ആ രീതിയിൽ തന്നെയാണ് ഇന്ന് അവർ ചെയ്തേക്കണത് കേട്ടോ. ആ ഓലമേഞ്ഞത് അതേപോലെ തന്നെ ഓലമേഞ്ഞ് തന്നെയാണ് ചെയ്തേക്കണത്. പിന്നെ ഹൈറ്റ് കുറവാണ്. അതേപോലെ തന്നെ അകത്തൊക്കെ നമുക്ക് ജനൽ വഴിയൊക്കെ ഉൾഭാഗം കാണാൻ പറ്റും. എന്നാലും കുഞ്ഞ് ഹൈറ്റ് ഇങ്ങനെ തറയൊക്കെ പൊന്തിരിക്കുന്ന ലെവൽ ആ ഒരു കാലഘട്ടത്തിൽ അതേപോലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് സമീപം നമുക്ക് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാള് നമുക്ക് കല്യാണത്തിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാടക കുറവാണ്. പിന്നെ അഡ്വാൻസ് ബുക്ക് ചെയ്തൊക്കെ ഇടണം, എന്നാലേ കിട്ടുള്ളൂ. പക്ഷേ ഇത് ഒരു വാട്ടർ ഫ്രണ്ടേജോട് കൂടി ഒരു ഏരിയയാണ്, നല്ല ഒരു ലൊക്കേഷനാണ് വന്നത്. അപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്യാറുണ്ട്, കല്യാണ പാർട്ടികളൊക്കെ കണ്ടുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമുണ്ടാകും. പിന്നെ നമുക്ക് നേരിട്ട് വന്ന ഒരു തന്നെ ഇതാണ് നമ്മുടെ ഇത് ലൈബ്രറി വന്നത്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരമൊക്കെ അവിടെ നമുക്ക് ചിലവഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പുഴത്തീരമുണ്ട് നല്ല അടിപൊളിയായിട്ട്. അതേപോലെ തന്നെ ഈ വീട് ഒരുപാട് കുറച്ച് ഏരിയയിലാണ് അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കാറ്റും അതേപോലെ ചീനവല അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ളൊരു കാഴ്ചകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു അവിടെ നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. നല്ല രസമുണ്ട്, നല്ല കാറ്റും എല്ലാം കൊണ്ട് ഒരു ദിവസം വന്നാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ അടുത്താണ്, ഇപ്പോൾ അതുകൊണ്ട് വന്ന് പോകാൻ പറ്റും. അതിലുള്ളവർക്ക് അങ്ങനെ അതിന് വേണ്ടി വരാനായിട്ട് പറ്റില്ല. പക്ഷേ ചെറായി ബീച്ചിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത്തിരി നേരത്തെ വരണമെങ്കിൽ ഇതൊന്ന് കണ്ടുകൊണ്ട് പോകാൻ പറ്റും. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രമാണ്. അപ്പോൾ അത് ഒന്ന് കണ്ടു വയ്ക്കാം. അല്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഫോളോ ചെയ്യുക.